എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണെൻ ഭവനേ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണെൻ ഭവനേ.
ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള പൊന്നു ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരുപാട് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തിൽ പ്രിയപ്പെട്ട മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ആശ്വാസത്തിനും സമാധാനത്തിനുമായി ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നുവല്ലോ. വർഗീസങ്ങളുടെ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം, നന്ദി. ദൈവമേ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. വലിയൊരു ആയുസ് തമ്പുരാൻ ദാനമായി നൽകി. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഭാഗ്യം കൊടുത്തു. അവസാന നാളുകളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴും ദൈവമേ, നീ നല്ല സഖിയായി സാന്നിധ്യമായി കൂടെ ഇരുന്നു ബലപ്പെടുത്തി പ്രത്യാശയോടെ നിലനിർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ള വലിയ ബോധ്യം നീ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തുതിക്കുന്നു. ആ പ്രത്യാശയോടെ പിതാവിനെ നീ യാത്രയപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രത്യേകിച്ച് ജോൽച്ചാൻ ഇതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട മകനും നാട്ടിലേക്ക് വന്ന് പ്രിയപ്പെട്ട മകനും കൂട്ടായി കൊടുത്ത ദാസി അവർ വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും പ്രിയപ്പെട്ട പിതാവിന് നൽകി. ദൈവത്തിന് സ്തോത്രം. രാവിലെ മുതൽ ദൈവമേ യാത്ര ചെയ്ത് സുരക്ഷിതമായി എത്തിച്ചേരും വരെ ദൈവകൃപ അനുഭവിച്ചതിനായി സ്തോത്രം. ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഭവനത്തിൽ വെക്കുമ്പോഴല്ലോ തുടർന്ന് ഭവനത്തിലെ ശുശ്രൂഷ, ദേവാലയത്തിലെ ശുശ്രൂഷ, സെമിത്തേരിയിലെ ശുശ്രൂഷ എല്ലായിടത്തും ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ സഹായിക്കണം. അനേകം ആളുകൾ പ്രിയപ്പെട്ട പിതാവിനെ കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനും ഒക്കെ കടന്നു വരുന്നുവല്ലോ. കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടിവരുത്താൻ ശുശ്രൂഷയിൽ ദൈവകൃപ അനുഭവിക്കണം. കാലാവസ്ഥ അനുകൂലമാക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. മൺശരീരം മാറി ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയവാസമേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയവാസമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയവാസമേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയവാസമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ.
കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവുമില്ലവിടെ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവുമില്ലവിടെ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയവാസമേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയവാസമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്തദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എൻ
കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. പ്രിയപ്പെട്ട ബേബ്ചാൻ മാലകമാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇമ്പങ്ങളുടെ പ്രദേശയിലേക്ക് ബേബ്ചാൻ ചേർക്കപ്പെട്ടിരിക്കുന്നു. ബേബ്ചാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സന്തോഷവാനായിട്ടാണ് ഈ ലോകത്ത് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ദുഃഖമാണെങ്കിൽ പോലും ചാനെ സംബന്ധിച്ച് സന്തോഷമായിട്ടാണ് പോകുന്നത്. മഹാനായ ടാഗോർ അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയിൽ എഴുതിയിട്ടുണ്ട്, വിലാപ ഭവനം എന്ന് പറയുന്നത് മണവാട്ടിയുടെ ഭവനം പോലെയാണ്, വിവാഹ ഭവനം പോലെയാണ് ഈ വിലാപ ഭവനം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ സാമ്യപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ വിവാഹ ഭവനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മണവാട്ടിക്ക് സന്തോഷമാണ് മണവാളനോട് ഒത്തുചേരാൻ, മണവാളനെ കാണാൻ. പക്ഷേ വീട്ടുകാർക്കെല്ലാം സങ്കടമാണ്, മണവാട്ടി പോകുന്ന സങ്കടമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ അച്ചായനെ സംബന്ധിച്ച് പറഞ്ഞാൽ. അച്ചായനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് തന്നെ, അച്ചായൻ സന്തോഷമാണ് പോകുന്നതിന്, ഈ ലോകം വിട്ടു പോകുന്നതിന്, അടുത്ത ഭവനത്തിലേക്ക് പോകുന്നതിന് സന്തോഷമായിട്ട് നിൽക്കുകയാണ്.
നമുക്കൊക്കെ സങ്കടമാണ് എങ്കിലും അച്ഛനെ സംബന്ധിച്ച് സന്തോഷമാണ്. കാരണം വേറൊന്നുമല്ല, മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ട ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ജോമോനും തന്നെ അവർക്ക് ആവുന്ന രീതിയിലൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി രീതിയിൽ ദൈവത്തിനെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി. അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട ദൈവത്തിനും കിട്ടിയുണ്ടായി. തീർച്ചയായിട്ടും സന്തോഷവാനായിട്ട് മടങ്ങുമ്പോൾ അവർ സന്തോഷമായ ആ യാത്രയായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയും. അദ്ദേഹത്തെ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെയും മടിയിൽ ദൈവം പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു. എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. 89 വയസ്സ് പൂർത്തിയായി 90ാമത്തെ വയസ്സിൽ ആയിരുന്ന സമയത്താണ് പ്രിയപ്പെട്ട പി.എ. വർഗീസ് സാർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അദ്ദേഹവും കുടുംബാംഗങ്ങളും പത്തനംതിട്ടയ്ക്കടുത്ത വാര്യാപുരം എന്ന സ്ഥലത്ത് വാര്യാപുരം സെൻറ് തോമസ് മാർത്തോമ പള്ളിയിലെ അംഗങ്ങളായിരുന്നു. അവിടെയുള്ള കുടുംബാംഗങ്ങളാണ് വാണമ്പടിക്കൽ കുടുംബത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരും വളരെയധികം സഭയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരനുഭവം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വികാരി ജനറൽ കെ.ഒ. ഫിലിപ്പോസ് അച്ഛനൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന മേലേൽ ഇടവകയിലെ ആ കുടുംബയോഗത്തിലെ അംഗങ്ങളാണ് അവരെല്ലാവരും. എൻ്റെ ഒരു ശാഖയാണ് വാണമ്പടിക്കലെ ശാഖ. 4 വർഷം ഞാൻ അവരുടെ തറവാട്ട് പള്ളി പര്യാവരത്തെ പള്ളിയിലെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങളിൽ മിക്കവാറും ആൾക്കാർ എനിക്ക് വളരെ സുപരിചിതരാണ്. എന്നാലും സാറിനെ ഞാനങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. സാറിൻ്റെ അനുജൻ ജോൺ വർഗീസ് സാറ് നല്ലൊരു സുഹൃത്താണ്. നമ്മുടെ ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് സാർ റിട്ടയർ ചെയ്തു എന്നുള്ള കാരണത്താൽ ഞങ്ങൾ കുടുംബം സുഹൃത്തുക്കൾ കൂടെയാണ്. കുടുംബാംഗങ്ങൾ തമ്മിലും സ്നേഹവും അടുപ്പമുണ്ട്. വാണമ്പടിക്കലെ പ്രിയപ്പെട്ട അംഗങ്ങളെല്ലാവരും അവിടുത്തെ ഇടവകയുടെ സ്ഥാപനത്തിനും വളർച്ചയിലും അതിൻ്റെ ഓരോ വിധത്തിലുള്ള പുരോഗതിയിലും വലിയ സഹകരണം നൽകിയിട്ടുള്ളവരാണ്. ഏതായാലും ഇപ്പോൾ ഈ പിതാവിൻ്റെ കല്യാണത്തിൽ നമുക്കെല്ലാവർക്കും ഇവിടെ വരുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരം ലഭിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇപ്പോൾ നമുക്കും പ്രാർത്ഥനയോടുകൂടെ പിതാവിനെ യാത്ര അയക്കാം. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനനായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നേടിയെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവെ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന
ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്തും തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഓശോ എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെ ഈ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നേൾ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മോട് പകരം ചെയ്തിട്ടില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യ ദിവസങ്ങൾ പോലെയാകുന്നു, എന്തെന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം മശിഹായേ, പ്രത്യക്ഷതയുടെ വലുത ദിവസത്തിൽ നീ അഴിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മിശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ചു അന്യായങ്ങളെ കഴുകേണമേ. മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കുമായി വേഗത്തിൽ ഒരുങ്ങിക്കൊണ്ടു പുറപ്പെടുവിൻ. നദരാജ സൈന്യവുമായി ഉദിക്കുമ്പോൾക്കു ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്ന് സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരൂപമായ ദൈവമേ,
നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും ആഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും ഒടിയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നതിനുമായ ഋഷികാതമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നെ ഞങ്ങളോട് യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ ഉണ്ടാവുന്നതിനുള്ള പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശം നിന്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്നും ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി പിതാവാഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ പിതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായി ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കുവാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചും നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസന മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ.
നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുൽ സുബ്ഹാനൽ മരണം ആദാം മുതൽ മിശിഹ വരെ തന്റെ ഗതിയെ വിശാലമാക്കി മശിഹാത്തിന്റെ അധികാരത്തെ മായ്ച്ച് പാപത്തിന്റെ വിഷമുള്ളിനെ തകർത്ത് കളഞ്ഞു. കുരിശു മൂലമുണ്ടായ ജയം ഇതാ എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാനത്തിങ്കൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളിനോട് കൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപഷ്ടികളെ തെളിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ളത്തിന്റെ ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നതെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്ക. ഞാൻ നിന്റെ അടുത്തു നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മിശിഹ രാജാവിന്റെ എഴുന്നള്ളത്തെങ്കിലും പ്രധാന ദേവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകൾ പാറകളും പിളരുന്നു. സർവവിശുദ്ധന്മാരും മണവാളോട് കൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദീപഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെ ആയിരിക്കുമെന്ന് ഓർത്തുകൊള്ളുകയും, ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതൊക്കെയും ഭാഗ്യവനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാതെ പോലെ മാഞ്ഞു പോകുന്ന ഇന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുകയും, നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർത്തിപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച പ്രവൃത്തിയോത്തവോ നീതിയായി ഫലമേകും. മാരിച്ചവരുടെയിൽ നീ താഴ്ത്തല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരേ, നീ ഉയർപ്പിപ്പാനെത്തുമ്പോ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കി പിതാവിനെ സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവന് വീണ്ടെടുത്ത പുത്രനെ വന്ദനവും അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെ അവന്റെ സന്താനങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരം അരുളി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരം അരുളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ഇപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള ലേഖന ഭാഗം വായിച്ചിട്ടുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചതെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുക, ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ.
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ബഹുമാനപ്പെട്ട അറിയുന്നു രാജൻ ഒരു വാക്ക് പറയുന്നു. അനുശോചനമാശ്വാസോചനമായിട്ട് ഇപ്പോൾ അച്ഛൻ അല്പസമയം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട മാത്യു പി തോമസ് അച്ഛൻ, പ്രത്യേകിച്ച് PPA വർഗീസ് അങ്കിളിൻ്റെ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ രണ്ടുപേർ, സഹോദരൻ അതുപോലെ തന്നെ സഹോദരി കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട പിതാവിനെ ഞങ്ങൾക്ക് അടുത്ത് ഇടപെടുവാനോ പരിചയപ്പെടുവാനോ സാധിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട പിതാവിനെ പറ്റി ചിലരെങ്കിലും ഞങ്ങളോട് പറഞ്ഞ സാക്ഷ്യം സമയത്ത് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ച് സൂക്ഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലെ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ജോൺ അച്ഛൻ പ്രിയപ്പെട്ട മാത്യു പി തോമസ് അച്ഛനോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറയുകയുണ്ടായിരുന്നു, ഈ പിതാവ് എത്ര സ്നേഹത്തോടെ എത്ര പ്രത്യാശയോടുകൂടിയാണ് അവസാന നാളുകളിൽ ജീവിച്ചത്. പ്രത്യേകിച്ച് അവസാന നാളുകളിലൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നപ്പോഴും പിതാവ് ഒട്ടും വെറുവെറുപ്പില്ലാതെ ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു. അച്ഛനോട് പിതാവ് അച്ഛൻ തോമസ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നല്ലൊരു അപ്പച്ചനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയൊരു സാക്ഷ്യം എന്താണ്? അവസാന നാളുകളിൽ ദൈവത്തോട് ചേർന്ന് ഏറെ പരിഭവവും പരാതിയൊക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പിതാവ് ജീവിച്ചു, ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജീവിതവും മരണവും ഇംഗ്ലീഷിൽ ജീവിതത്തിന് അല്ലെങ്കിൽ ജനനത്തിന് ബർത്ത് എന്നാണ് പറയുന്നത്, അതുപോലെ മരണത്തിന് ഡെത്ത് എന്നാണ് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും ആദ്യത്തെ അക്ഷരം ബി, അതുപോലെ ഡി. അപ്പം ബർത്തിനും ഡെത്തിനും ഇടയിൽ ഒരു ജീവിതമുണ്ട്, BCD എന്നാണ്, സി എന്നാണ് പറയുന്നത്. അപ്പം ബർത്തിൻ്റെയും ഡെത്തിൻ്റെയും അല്ലെങ്കിൽ ബിക്കും ഡിക്കും ഇടയിലുള്ള സി എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുന്നത് ചോയ്സ് ആണ്. ഈ ലോകത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹമായി തീരുന്നത്. അത്തരത്തിൽ ഈ പ്രിയപ്പെട്ട പിതാവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തീർച്ചയായും ദൈവത്തോട് ചേർന്ന് ജീവിച്ചു, ദൈവാലയവുമായിട്ടും സഭയുമായിട്ടും ഒക്കെയുള്ള ബന്ധത്തിൽ ജീവിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസവും ചിലരൊക്കെ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവിനാവുന്ന സമയത്തൊക്കെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പള്ളിയിൽ വന്ന് സംബന്ധിക്കുകയും ആ രീതിയിലൊക്കെ ദൈവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചൊരു പിതാവായിരുന്നു. മക്കളെ രണ്ടുപേരെയും ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നു. അവർക്ക് ആവശ്യമായ നല്ല സ്നേഹവും കരുതലും ഒക്കെ നൽകി ഒരു നല്ല പിതാവായി, ഒരു നല്ല കുടുംബസ്ഥനായി ഒക്കെ പ്രിയപ്പെട്ട പിതാവിന് ജീവിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെയൊക്കെ വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെടേണ്ട. ഇന്ന് നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ വചനവും അതുപോലെ വായിച്ച പ്രമേയവും സദറകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളെ ബലപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. അതായത് ദിസ് ഇസ് നോട്ട് ആൻ എൻഡ്, ഇതൊരു അവസാനമല്ല, ഇത് തുടരുകയാണ്, ഈ യാത്ര തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പിതാവ് ഈ ഭൂമിയിൽ ഉറങ്ങി, എന്നാൽ നിത്യതയുടെ തീരങ്ങളിൽ പ്രിയപ്പെട്ട പിതാവ് ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്, ദൈവസന്നിധിയിലാണ് എന്ന ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കും. ഇനി നമുക്ക് ഈ പ്രിയപ്പെട്ട പിതാവിനെ ഈ ഭൂമിയിൽ കാണുവാനായിട്ട് സാധിക്കില്ല, എന്നാൽ നിത്യതയുടെ തീരങ്ങളിൽ പിതാവിനോടൊപ്പം ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് ഈ പിതാവിനെ യാത്ര അയക്കാം. അതിന് ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഒരിക്കലൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് വൈദികന്റെ അപ്പൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അന്ന് അവിടെ വന്ന അഭ്യുന്ന തിരുമേനി ആ ഭദ്രാസനത്തിൽ എപ്പിസ്കോപ്പ പ്രിയപ്പെട്ട അച്ഛനോട് കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അച്ഛൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്,
അച്ഛൻ്റെ ഭൂമിയിലുള്ള പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലുള്ള ഉയരത്തിലുള്ള പിതാവ് അച്ഛൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ഉയരത്തിലെ തമ്പുരാൻ മുന്നോട്ട് നടത്തും. അതുതന്നെയാണ് പ്രിയപ്പെട്ട ജോമൻചാനോടും സഹോദരിയോടും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഉയരത്തിലെ ദൈവം വലം കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പിതാവ് ഇനിയുള്ള നാളുകളിൽ നടത്തും. നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ വാക്കുകൾ വേദന വലിയതാണ്. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു 20% അല്ലെങ്കിൽ 30% കുറഞ്ഞു എന്നാണ്. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ പ്രിയപ്പെട്ട പിതാവ് കാണിച്ചു വന്ന നല്ല മാതൃകയെ പിന്തുടർന്നുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അതിന് ദൈവം ബലപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് സഹോദര ഭവനങ്ങളെയും മക്കളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഉയരത്തിലെ ദൈവം പ്രിയപ്പെട്ട മക്കളെയും കുടുംബാംഗങ്ങളെയും മുറുക്കെ പിടിച്ച് മുന്നോട്ടുള്ള നാളുകളിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഒരിക്കൽ കൂടി പരുത്തിപ്പാറ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ പേരിലും എല്ലാ കുടുംബങ്ങളുടെ പേരിലും, പ്രത്യേകിച്ച് വികാരി മാത്യു വി തോമസ് അച്ഛൻ്റെ പേരിലും കൂടി വന്ന നിങ്ങളുടെ ഏവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ട കുടുംബത്തെ ഉയരത്തിലെ സമാധാനത്താൽ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും അവിടുന്ന് തന്നിട്ടുള്ള സമാധാനത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. ഒഴിഞ്ഞ കല്ലറ കർത്താവെ നിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷ്യമാണല്ലോ. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുടെ അടിസ്ഥാനം കൂടാണ് ഞങ്ങൾ അറിയുന്നു. ആ ഒരു പ്രത്യാശയിൽ സ്ഥിരപ്പെട്ടുകൊണ്ട് ഓരോ വേർപാടിനെയും നേരിടുവാൻ തക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ. സാറിൻ്റെ 89 സംവത്സരക്കാലത്തെ ജീവിതത്തിനായിട്ട് സ്തോത്രം. അദ്ദേഹത്തിനോടുത്ത ഔദ്യോഗിക ജീവിതത്തിനായും ആത്മീയ ജീവിതത്തിനായും കുടുംബ ജീവിതത്തിനായും സ്തോത്രം. മക്കൾക്ക് വേണ്ടി, 2 പേർക്ക് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവർ ബന്ധുമിത്രാദികൾ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ നാളുകളിലൊക്കെ പ്രിയപ്പെട്ട പിതാവ് ആയിരുന്ന ഇടത്ത് ലഭ്യമായ എല്ലാ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിന് സ്തോത്രം. കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രി, അവിടുത്തെ ജിറിയാട്രിക് സെൻ്ററും ഞങ്ങൾക്ക് നൽകിയ ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ച് പ്രാർത്ഥിച്ച് ബോഡി ഇവിടേക്ക് അയക്കുവാനിടയായി തോന്നുന്നു. കർത്താവെ സുരക്ഷിതരായിട്ട് ഇവിടെ എത്തി. ഇപ്പോഴിതാ ഭൂദർശനം വീട്ടിൽ പൂർത്തീകരിച്ച് വീട്ടിലെ ശുശ്രൂഷയും കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം ഞങ്ങൾ കൊണ്ടുപോകുന്നു. നീ കൂടെ ഇരിക്കണമേ. ഈ ലോകപ്രകാരമുള്ള പിതാവ് മാറ്റപ്പെട്ടാലും ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ടെന്നുള്ളത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ആ പിതാവിനുള്ള ആശ്രയം നഷ്ടപ്പെടുത്താതെ ദൈവാശ്രയത്തോടൊപ്പം ജീവിക്കാനിടയാക്കണം. ഇനി പിതാവിനെ യാത്ര അയക്കുമ്പോൾ ഇതുപോലൊരു ദിവസം ഞങ്ങളും യാത്ര അയക്കുന്ന യാഥാർത്ഥ്യ ബോധം തരണമേ. ആ ഒരു ഓർമ്മ ഞങ്ങളെല്ലായ്പ്പോഴും ഭരിക്കണമേ. വന്നുചേർന്ന എല്ലാവരെയും അതിന് പ്രകാരം ആക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ എന്നെ ദുഷ്ടനെ രക്ഷിച്ചോളണമേ. സകലബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിന്റെ സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തു മറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ
പിറ്റെന്നൊപ്പമുണർന്നിടാ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. പ്രിയപ്പെട്ട പ്രിയവർഗീയ സാറിൻ്റെ ധന്യ ജീവിതത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ 1975 മുതലേ ഇവിടെ മെമ്പറാണ്. സാറ് ഈ ഇടവകയിൽ അംഗമായി തീർന്ന 1995 അടുത്തൊരു വർഷമാണ്. ഞാൻ എക്സാക്റ്റ് ഡേറ്റ് ഓർക്കുന്നുണ്ട്. എങ്കിലും 30-ലധികം വർഷം ഞങ്ങളുടെ ഇടവകയിലെ ഒരു സജീവ അംഗമായിരുന്നു പി എ വർഗീസ് സാർ കുടുംബവും. ഞാൻ ഓർക്കുകയാണ്, പി എ വർഗീസ് സാറും ചിന്നമ്മ ആൻറ്റി രണ്ടുപേരും എല്ലാ ഞായറാഴ്ചയും മിക്കവാറും അസൗകര്യമൊന്നുമില്ല എങ്കിൽ പള്ളിയിൽ വന്നിരിക്കും. മാത്രവുമല്ല, പ്രാർത്ഥനാ യോഗത്തിൻ്റെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുകയും ചെയ്യും. ഞാൻ ചിലപ്പോഴൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന്. സാറ് പോകുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷയിലും പള്ളിയിലും പ്രാർത്ഥനയിലും ആരാധനയിലും എല്ലാം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വരികയും പോവുകയും ചെയ്യുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മയിൽ സാർ സജീവ സാന്നിധ്യമാകുന്നത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ
എന്നോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. എനിക്ക് സാറിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാറ് നല്ല ബൈബിൾ നോളജ് ഉള്ള ആളാണെന്നാണ് എൻ്റെ വിചാരം. കാരണം ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാറേ അങ്ങനെയാണോ, ശരിയാണോ, അങ്ങനെ ബൈബിൾ പറയുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. മാത്രമല്ല പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും, ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തൻ്റെ പങ്കാളിത്തം താൻ ഉറപ്പാക്കുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഞാൻ കൺവീനറായിട്ട് ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ പള്ളിയിലെ ഒരു കളക്ഷന് ഞാൻ അവിടെ കയറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്ന സാറിനെ കണ്ടില്ല, അതുകൊണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഞാൻ തരാതെ ഇതങ്ങനെ ശരിയാകുന്നു, ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എന്റേതും ആയ പ്രാതിനിധ്യം അല്ലെങ്കിൽ സഹായം ഉണ്ടാകും, അത് സാറ് നിർബന്ധമായും ഓർക്കണം, മേടിക്കണം എന്ന പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. മാത്രമല്ല ഞാൻ പ്രാർത്ഥനയൊക്കെ ഒതുക്കിത്തരും. പ്രത്യേകിച്ച് മക്കളെ അവർ രണ്ടുപേരും ഞാൻ മോനെ ഓർക്കുന്നുണ്ട്. പല പ്രാവശ്യം പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പല കൂട്ടായ്മയിലും ഒക്കെ അന്ന് ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും കുടുംബമായിട്ട്. പ്രത്യേകിച്ച് മോൻ്റെ മകളെ ഞാൻ ഓർക്കുന്നു. അവളെ നല്ല മിടുക്കിയായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് പഠിച്ചതും അതിനുശേഷം നല്ല മിടുക്കിയായിരുന്നു. ആത്മീയ ശുശ്രൂഷയിലൊക്കെ വലിയ താല്പര്യമുണ്ടെന്നൊക്കെ എന്നോട് വർഗീസ് സാർ പറഞ്ഞതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിലെ സജീവ അംഗമായിരുന്ന പി എ വർഗീസ് സാറിനും ചെന്നമ്മ ആൻറ്റിയോടും ഉള്ള സ്നേഹം ഞാൻ അറിയിക്കും. അടുത്തത് ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു, കുവൈറ്റ് സെന്റ് ജെയിംസ് മാർത്തോമ ഹോംലാൻഡ് ഫെലോഷിപ്പിന് വേണ്ടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഇടവകാരി വിശ്വാസ സമൂഹമേ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് പി വർഗീസ് സാറിന്റെ മകൻ ജോമോനും കുടുംബവും വിദേശത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നതായ സെന്റ് ജെയിംസ് മാർത്തോമ ഇടവകയുടെ ഹോംലാൻഡ് ഫെലോഷിപ്പിന്റെ പ്രതിനിധിയായിട്ടാണ്. ജോമോൻ ആൻഡല കുവൈറ്റ് സെന്റ് ജെയിംസ് മാർത്തോമ ഇടവകയിലെ സജീവ അംഗങ്ങളാണ്. കുവൈറ്റ് ഇടവകയിൽ കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾ ജോമാന് കമ്പ്യൂട്ടറിൻ്റെ മേഖലയിൽ വളരെ വൈദഗ്ധ്യമുള്ള ആൾ ആയതുകൊണ്ട് ഇടവകയുടെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ മറ്റേ ഈ മന്ത്ലി ബുള്ളറ്റിനും മറ്റുമൊക്കെ റിലീസ് ചെയ്യുന്നതും അത് ഡിസൈൻ ചെയ്യുന്നതുമൊക്കെ ആയിട്ട് വളരെ സാമർഥ്യമുള്ള ആളാണ്. അതുപോലെ ജോമാൻ്റെ സഹധർമ്മിണി ലത കുവൈറ്റിൽ സൺഡേ സ്കൂളിലെ അധ്യാപികയായി സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. എൻ്റെ മകൻ അലക്സിൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ കൂടിയാണ് ലത എന്ന് ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. ഇവരുടെ മക്കൾ ചാൾസ് ക്രിസ്റ്റീൻ സൺഡേ സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന കുഞ്ഞുങ്ങളായിരുന്നു. PBSനും സൺഡേ സ്കൂളിലും പാട്ടുകൾ പഠിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേക സാമർഥ്യമുണ്ടായിരുന്നു. ഈ പിതാവിൻ്റെ വേർപാടിൽ കുവൈറ്റ് സെന്റ് ജെയിംസ് മാർത്തോമ ഇടവകയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇടവകാരി റവറൻ സാജൻ ജോർജ് അച്ഛൻ, ക്രൈസ്തവ സമിതി, ഇടവക ജനങ്ങൾ, വിശിഷ്യ ഇടവകയുടെ ഹോംലാൻഡ് ഫെലോഷിപ്പ് എന്നിവയുടെ പേരിലുള്ള അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ആദരസൂചകമായി പ്രിയത്തെ സമർപ്പിക്കുന്നു. അടുത്തത് അനുശോചനം അറിയിക്കുന്നു ഇടവ മിഷന് വേണ്ടി ബാനൽ മാർത്തോമ ഇടവ മിഷന്റെ ട്രഷറർ ശ്രീ MC ചാക്കോ. പ്രിയ പി എ വർഗീസ് സാറിൻ്റെ മക്കളെ, മറ്റു കുടുംബാംഗങ്ങളെ, ദൈവജനമേ, എല്ലാവർക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ എൻ്റെ വിനീത വന്ദനം. പ്രിയപ്പെട്ട പി എ വർഗീസ് സാറിൻ്റെ വേർപാട് കുടുംബത്തിന് അതുപോലെ പ്രിയപ്പെട്ട എല്ലാവർക്കും വളരെ ദുഃഖകരമായ അനുഭവമാണ്. ഞാൻ നമ്മുടെ ഇടവക മിഷനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് പി എ വർഗീസ് സാറിനോട് വ്യക്തിപരമായി അടുത്ത സ്നേഹബന്ധവും പരിചയവും ഉണ്ട്. നാലാഞ്ചിറ നോർത്ത് പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കാനായിട്ട് ഞാൻ പോയിട്ടുള്ളപ്പോഴൊക്കെ വർഗീസ് സാർ അവിടെ വളരെ റെഗുലറാണ്, എല്ലാ പ്രാർത്ഥനയിലും വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഇടവകയുടെ പള്ളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും റെഗുലറായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പള്ളിയിൽ വെച്ച് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ദൈവഭക്തിയിൽ ജീവിച്ച ആ പ്രിയ പിതാവിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും അതേ പാതയിൽ തന്നെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന്
89 വയസ്സ് കഴിഞ്ഞ് 90-ാം വയസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ദീർഘായുസ്സ് ദൈവം നൽകി. നമ്മൾ എത്ര കാലം ജീവിച്ചാലും അത് വളരെ വേഗത്തിൽ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ വേർപാടും ആ വലിയ പ്രത്യാശ നമുക്ക് തരണം. നമ്മൾ ഇതുപോലെ ഒരു ദിവസം കർത്താവ് വിളിക്കുമ്പോൾ സാക്ഷി ജീവിതമുള്ളവരായി ഇവിടെ ജീവിക്കാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഓരോ വേർപാടും നമ്മൾക്ക് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ പി.എ. സാറിൻ്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇടവകത്തിൻ്റെതായ ഇടവകയുടേതായ ഇവിടെ വന്നു ചേർന്ന എല്ലാവരുടേതുമായ അനുശോചനവും ദുഃഖവും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇടവക മിഷൻ്റെ അനുശോചന സൂചകമായി, ആദര സൂചകമായി ഒരു റീത്ത് ചുമതലക്കാർ സമർപ്പിക്കുന്നതായിട്ട്. ഇടവകയ്ക്ക് വേണ്ടി ഇടവക സെക്രട്ടറി. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 30 വർഷത്തിലേറെയായിട്ട് നമ്മുടെ ഇടവകയ്ക്ക് സജീവമായിട്ട് ഇടവയുടെ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ദേഹവിയോഗം നമുക്ക് ഒരു കൂട്ടായ്മ സമൂഹം എന്നുള്ള നിലയിൽ ദുഃഖകരമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമുള്ള കാലം ഈ ഇടവകയുടെ എല്ലാ ആരാധനയ്ക്കും വളരെ സജീവമായിട്ട് കുടുംബമായിട്ട് പങ്കെടുക്കുകയും ഇടവകയുടെ കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുക്കുകയും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത ഈ പ്രിയപ്പെട്ട പിതാവ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. പക്ഷേ താൻ ഏറ്റവും പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് ഈ പ്രിയ പിതാവ് കടന്നുപോയത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗാധമായ വേദപുസ്തകത്തെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. നല്ല കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇടവയ്ക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ദർശനം നൽകിയ ഈ പ്രിയ പിതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നുള്ളതിൽ നമുക്ക് ഈ അവസരത്തിൽ വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് ഈ പിതാവിനെ വളരെ സന്തോഷത്തോടുകൂടി വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്കിപ്പോൾ യാത്ര അയക്കാം. ഞങ്ങളുടെ പ്രിയ എൻ്റെ മൂത്ത സഹോദരൻ ദേവിച്ചാലിൻ്റെ വേർപാടിൽ ഞങ്ങൾ ആചരിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തെപ്പറ്റി ഒന്ന് പറയട്ടെ. എൻ്റെ മാതാപിതാക്കൾക്ക് 6 മക്കളാണ്. ഏറ്റവും ഇടയത് ഞാനുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയ്ക്കാണ് 4 സഹോദരിമാരുണ്ട്. എൻ്റെ പിതാവ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയായിരുന്നു, A.V. തോമസ് കമ്പനി. ആ സാഹചര്യത്തിൽ ബേബിച്ചാനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ജീവിതത്തിലെ വലിയ ചിട്ടയും പെരുമാറ്റമുള്ള ഒരു വ്യക്തിയായിരുന്നു. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയും ഒരു അച്ചടക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ നല്ലവണ്ണം പഠിക്കും. അങ്ങനെ 22ാമത്തെ വയസ്സിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിവിഷനിൽ ആദ്യമായി ജോലി കിട്ടി. അത് കഴിഞ്ഞ് തുടർന്ന് ടെസ്റ്റുകളൊക്കെ എഴുതി കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ നല്ല തസ്തികയിൽ ജോലി ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചു. ഈ ജോലി കിട്ടിയതും അന്നത്തെ കാലത്ത് എല്ലാ ഭവനങ്ങളിലും വളരെ പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്നത് എൻ്റെ പിതാവിനും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഒരു അത്താണിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഞാൻ ഇളയാളാണ്.
ഞങ്ങൾ തമ്മിൽ വയസ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടാണ് ഇന്ന് കണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എൻ്റെ സഹോദരികളും അതുപോലെ എൻ്റെ സഹോദരനും എന്നെ ഒരു പെട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ഏറ്റവും ഇടയ ആളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹോദരങ്ങൾക്കും എല്ലാ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയായിരുന്നു സഹോദരൻ. അതുപോലെ എൻ്റെ പിതാവിന് വളരെ സപ്പോർട്ടായിരുന്നു. വളരെ നേരത്തെ ജോലി കിട്ടിയതുകൊണ്ട് ആ രീതിയിൽ വളരെ സഹായകരമായ ഒരു സാഹചര്യമായിരുന്നു. ഞാനിവിടെ പറഞ്ഞു, എൻ്റെ സഹോദരന് വളരെ ചിട്ടയും അതുപോലെ തന്നെ ഒരു അച്ചടക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് വളരെ കാര്യങ്ങളൊക്കെ വളരെ മുന്നമേ കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ സ്വകാര്യ കാര്യത്തിൽ നിന്ന് ഒരു 12 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാനും എൻ്റെ സഹോദരൻ്റെ 2 മക്കളാണ്, ജോമോളും ജോമോനും. ജോമോളുമായിട്ട് ഞങ്ങൾ വലിയ വയസ്സിന് വ്യത്യാസമില്ല, 1-1.5 വയസ്സായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അടുത്തടുത്ത ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. ഇന്നത്തെ പോലെ അല്ലല്ലോ സാഹചര്യങ്ങളൊക്കെ. അതുകൊണ്ട് സ്കൂളൊക്കെ തുറക്കുന്ന സന്ദർഭങ്ങളിൽ ബേശാനെ വളരെ ഗൗരവമായി കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ വാങ്ങിക്കുക, നോട്ട്ബുക്കുകളൊക്കെ അവധി സമയത്ത് തന്നെയെല്ലാം ഭംഗിയായിട്ട് അത് ക്രമീകരിച്ച് റാപ്പിംഗ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പൊതിഞ്ഞ് ഞങ്ങളെ ഏൽപ്പിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് അന്ന് ഞാൻ തൊട്ടു മുമ്പുള്ള ക്ലാസ്സിലായതുകൊണ്ട് പേരെഴുതുമ്പോഴാണ് എൻ്റെ പേര് ജോൺ വർഗീസ്, മോളുടെ പേര് ജോളി പി വർഗീസ്. അന്നേരം ബ്രദർ തന്നെയാണ് പേര് എഴുതുന്നത്. അത് എഴുതുമ്പോൾ ജോൺ വർഗീസ് എന്ന് എഴുതിയിട്ട് ഇടയ്ക്കൊരു സ്പേസ് ഇട്ടേക്കും. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഈ ബുക്കുകൾ വളരെ ഭംഗിയായിട്ടും എഴുതി വരയ്ക്കുകയോ കുത്തി വരയ്ക്കുകയോ തീർക്കളയോ ചെയ്യാതെ അവക്കൂടെ പഠിക്കേണ്ടതാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എൻ്റെ നോട്ട്ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ ഉപയോഗിച്ചത്. അത് അടുത്ത വർഷമാകുമ്പോഴും ആ പുതുമ നഷ്ടപ്പെടുത്താതെ ജോമോളെ ഏൽപ്പിക്കത്തക്ക രീതിയിൽ അത് നോക്കും ഇടയ്ക്ക്. അത് കഴിയുമ്പോൾ ഈ ജോണുള്ളത് ജോലി നിർത്തത്തക്ക രീതിയിലാണ് പേരെഴുതുന്നത്. ഇടയ്ക്ക് പിയോടൊക്കെ അങ്ങനെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെല്ലാം പഠിക്കുമ്പോൾ ബുക്കുകൾ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. അത് വളരെ ശ്രദ്ധയാണ്. പഠനകാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിട്ടുള്ള ക്രമീകരണം വീട്ടിൽ ചെയ്യും. അതുപോലെ വീട്ടിലെ പരീക്ഷയ്ക്ക് അടിക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ താമസിക്കുമ്പോൾ ഉച്ചത്തിൽ പോലും സംസാരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിള്ളേർ പഠിക്കണം. ആ രീതിയിൽ വളരെ ചിന്തയായിട്ട് ക്രമീകരിച്ചിരുന്ന അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉയരുവാൻ സാധിച്ചു. ജോമോനാണെങ്കിലും എല്ലാ പഠിത്ത കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോമോനെയും ജോമോളും മക്കളാണ്, നമുക്കറിയാം, സ്നേഹിക്കുന്നു, കരുതുന്നു. എന്നാൽ ഇളയ സഹോദരനെ ഒരു പടി മുമ്പിലായിരുന്നു സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് വസ്ത്രത്തിൽ അവർക്കെടുക്കുമ്പോൾ ജോമോൻ കൊടുക്കെടുക്കുമ്പോൾ എനിക്കെടുക്കുമ്പോൾ ജോമോനെടുക്കുമ്പോൾ വസ്ത്രങ്ങളെ ക്രമീകരിക്കുമ്പോൾ എനിക്ക് അത് വലിയ നിശ്ചിത ഒരു നിശ്ചയം. അങ്ങനെ ജീവിതത്തിൽ ആദ്യ അവസാനം പ്രിയ ജനിച്ചാലിന്റെ സ്നേഹവും ആദരവും ഞങ്ങൾക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയിൽ എല്ലാ തരത്തിലും നല്ലതായി പ്രവർത്തിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ദേശാനി അമ്മാനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഒത്തിരി മാതൃകയായിട്ട് കണ്ട വ്യക്തികളാണ്. കാരണം ഈ വൃത്തി, ഡിസിപ്ലിൻ, ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. ജ്യേഷ്ഠത്തിയാണെങ്കിൽ ഒരു അധ്യാപികയായിരുന്നു. ആലപ്പുഴയിലാണ് പ്രവർത്തിച്ചത്. ആഴ്ചയിൽ ഒരിക്കലാണ് വരുന്നത്. വെള്ളിയാഴ്ച വരും, തിങ്കളാഴ്ച രാവിലെ പോകും.
വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ എല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം ക്രമീകരിക്കുന്നതിന് ഒരു വൃത്ത ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പോകുമ്പോൾ എൻ്റെ അമ്മ ഫാദർ ഇവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുവാനായിട്ട് അച്ചാറുകളും ഒരാഴ്ചത്തേക്കുള്ളതായിട്ടുള്ള ചില ഭക്ഷണങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ വളരെയധികം കരുതി സ്നേഹിച്ച് വളർത്തിയതായിട്ടുള്ള ഒരു വ്യക്തികളാണ്. എന്നാൽ എൻ്റെ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ അത് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളൊക്കെ ഒരു ബഹുമാനത്തോടു കൂടിയാണ് എൻ്റെ പെണ്ണന്മാരുമെല്ലാം എൻ്റെ ബ്രദറിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും തുലവും വ്യത്യസ്തമായിട്ടാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഇളയെക്കാളെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് ചോദിച്ചാൽ 2 മക്കളും പറഞ്ഞല്ലോ, ജോമോൾ. അവരിൽ നിന്ന് അവസാന നിമിഷം വരെ വളരെയധികം കരുതലാണ് ലഭിച്ചത്. ജോമോള് അധ്യാപികയായിരുന്നു, റിട്ടയർഡായി. എപ്പോഴും ഹോസ്പിറ്റലിൽ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ടതെല്ലാം ചെയ്യുകയായിരുന്നു. ജോമോനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവന് ഇവിടെ അല്ല, കുവൈറ്റിലാണെങ്കിൽ ഒരു 2 മാസം കൂടി ഇരിക്കുമ്പോൾ അവൻ വരും. അങ്ങനെ വരികയും എല്ലാ ദിവസവും ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, ജോമോൻ ഇന്നും വിളിച്ചിരുന്നു, എല്ലാ കാര്യവും അന്വേഷിച്ചു. അങ്ങനെ ഒരു സൗഭാഗ്യമായ ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ സഹോദരന് സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരന് വളരെ ചിട്ടയും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളോടും പറയും, എൻ്റെ വൈഫിനോടും പറയും, അവർക്കൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ദൈവകൃപയാണ് ജോമോന് ഈ സന്ദർഭത്തിൽ ഇവിടെ ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 20 ദിവസം മുമ്പാണ് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന 2 ദിവസം അവിടെ നാഷണൽ അവധിയായതുകൊണ്ട് ഒന്ന് വന്നു പോകാം എന്ന് കരുതി ജോമോനും ലതയും വരികയും കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധം പുറപ്പെട്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവന് മിക്ക ദിവസങ്ങളിലും അവിടെയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഈ അവസാന ഘട്ടത്തിൽ ഒരു ചില ക്ഷീണം അനുഭവപ്പെട്ടു. ആ സമയത്ത് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങളുടെ ചുറ്റുപാടുമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങൾ അവിടെയുണ്ട്. വേണ്ട പരിചരണങ്ങളെ കൊടുക്കാൻ പറ്റി. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് അതിൽ സന്തോഷവും സംതൃപ്തിയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ മുൻ വികാരിയായിട്ട് മാറ്റി അച്ഛന്, ഇപ്പം നമ്മുടെ വികാരിക്കുന്ന അച്ഛന്, മറ്റേ പത്രക്കാരൻ ഇവിടെ പ്രവർത്തിച്ചതായിട്ടുള്ള വിനീത് മാറ്റി അച്ഛന്, ഇവരെല്ലാം ഇടവിട്ട് ആശുപത്രി സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യും. മാധ്യമങ്ങളെ അടുത്ത സമയത്തും നമ്മുടെ അപ്പറയും തിരികെയും മൊത്തം കാർപ്പറേഷനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സൗഭാഗ്യമായ ജീവിതമാണ് ഈ അവസാന കാലഘട്ടത്തിൽ ലഭിച്ചതെന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഈ ജോമോളും അവസാന സമയം വരെയും അവരുടെ ആരോഗ്യം കാര്യങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് ഭംഗിയായി വേണ്ട കരുതൽ കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഇനി ഞാൻ ഒരു നന്ദി വാക്ക് പറയട്ടെ. ഞങ്ങളുടെ ഈ എൻ്റെ ദേശാൻ്റെ ഈ അവസാന ഘട്ടത്തിൽ, അന്ത്യഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പേരിൽ നിന്ന് ഞങ്ങൾ കടപ്പെട്ടിരുന്നു. ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ മറ്റൊന്നാം സഭയിലെ പട്ടക്കാർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയും വേണ്ട സൗകര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ പോലും ഒരു പരാതിയോ ദുഃഖമോ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. ഫെലോഷിപ്പ് ആശുപത്രിയിലെ തോമസ് ജോൺ അച്ഛനും കൊച്ചമ്മയും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു.
അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ നേഴ്സസ്, മറ്റ് പ്രവർത്തകർ, ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഞങ്ങൾ ഇപ്പം ഇവിടെ ഈ ഇടവഴിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് ഈ അവസാന ഘട്ടത്തിലാണ് മാത്യു ടി തോമസ് അച്ഛന് ഈ ഇടവഴിയുടെ വികാരിയാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എൻ്റെ മാതൃ ഇടവഴികളിലെ വളരെ ഉയർന്ന തലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു പട്ടക്കാരൻ. 4 വർഷം വാര്യാപുരം സെന്റ് തോമസ് ഇടവഴിയുടെ വികാരിയായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ പച്ചമ്മ എന്നോടൊപ്പം തിരുവല്ല സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ച ഒരു പച്ചമ്മയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠത്തി മരിച്ച സമയത്ത് ഈ ഇടവഴിയുടെ വികാരി എന്ന് പറയുന്നത് എബിക്ക് ജോഷുവാച്ചാണ്. അതും ഞങ്ങൾക്ക് ഒത്തിരി അനുകൂലമായിരുന്നു. ഇപ്പം തന്നെ തോമസ് അച്ഛന് അവരിൽ നിന്നൊക്കെ ലഭിച്ചതായിട്ടുള്ള എല്ലാ കൃപകൾക്കും സൗകര്യങ്ങൾക്കും എല്ലാം പിന്നെ ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങളെവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പട്ടക്കാരൻ, ഈ ഇടവഴിയിലെ ബഹുമാനീയരായിട്ടുള്ള ഇടവകാംഗങ്ങൾ, ക്രൈസ്തവ സമിതി അംഗങ്ങൾ, ചുമതലക്കാർ എല്ലാവരോടും ഉള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ളതായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ വിനയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വിളിക്കും നേരം കാണുമേ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമേ പേരും ഞങ്ങളെ പാപത്തിൽ വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവരും മരണമില്ലാത്തതുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണം നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിലെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ പിതാവിന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണമറയും സന്തോഷങ്ങളുടെ മധ്യഗ്രഹവും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനോട് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചേ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശ്രേഷ്ഠരുടെ പ്രകാശത്തിങ്കിൽ മേലോട് ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിൽ മാലാഖമാരെ സ്നേഹിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കവറുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ
പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തിരുഷ്ടത്തിന്റെ ആംഗ്യത്താൽ പ്രാപിച്ചിരിക്കുന്നതിനെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന ശിഖാതമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനമാകുന്ന വശിയാതമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മൗതമുള്ള നിന്റെ പിതാവിന്റെ സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായ്മയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സമർപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ക്രിസ്തായുടെയും വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ വായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവരും കൃപ നിറഞ്ഞിരിക്കുന്നവരുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാര സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വലിയ ഹൃദയത്തോടും തുടങ്ങിയ ആത്മാവോടും കൂടി കഴിക്കുന്ന ഈ ശുശ്രൂഷകളെ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശമണികൾ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ വിരുമ്പപ്പെടുകയും നിന്റെ വരവിക്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന ഇവൻ രക്ഷപ്രാപിക്കുകയും രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചു ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാലനയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയിക്കുന്നു. ഓശോ വൗഗുരു സുബാനവൽമേ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും ആകാശത്തിൽ താഴെയുള്ളവർക്കും കവലകളിൽ മനുഷ്യർക്കും വെടിവെടിയായി ഉണർന്നു. സൗരഭമായിരിക്കുന്ന കർത്താവേ, നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാറായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരവും കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉപയോഗിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളുടെ കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രം കരയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അടുത്തിരിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. എന്തൊരു ഇഷ്ടം പോ മണ്ണാലെന്നല നീ മനഞ്ഞു നിന്ന ലംഘിച്ചിയടിയാ. പാപം ചെയ്തതിനാൽ എങ്ങളുടെ നരകത്തിൽ കൈവെടിയെഴുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാ കുറവ്
ഗുണമുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ അലിവ് നിറഞ്ഞോനേ കാത്തിടുന്നെങ്ങൾ കൃപ തോന്നിയിടണമേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായ്ക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാത്രകളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസനെ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പിതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെ പ്രത്യേകമായി ഈ പിതാവിന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ടുകണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പിതാവും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാനന്ദത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിതെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനാക്കണമേ. ഹോശോ ലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകും നാഥൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യരും ഭാഗ്യമാകുന്നു. എന്നാൽ യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. സഹായിക്കണമേ. മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്ന ന്യായമാകുന്നു. മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്ഥിതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. വിളിക്കുന്നങ്ങൾ തുണയ്ക്കായി വരിക. കഴിയാരുടെ മേൽ ചെയ്യണമേ. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാപത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നു ഒരുത്തനുമില്ല. അയലിന്റെ അധികാരം വിട്ടു പോലുമില്ല. അരുൾക ദേവ അനുഗ്രഹിക്കാം. ചിത്രം മനുതാവേ നീ വരുത്തിയിടണമേ. സകല സന്താനങ്ങൾക്ക് കവർത്തിയ മരണത്തിന്റെ കാസായ എത്ര കൈക്കുള്ളതാകുന്നു മാതാവും അവന്റെ സകല സന്താനങ്ങൾ അത് കുടിപ്പാനും മുന്നിലേക്ക് അതിനെ അപഹരിക്കുന്നു. എന്നാലോ ഭാഗ്യവാനായ
പൗലോസ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപൊട്ടുകയില്ല എന്നുള്ളതിന് കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നു. മശിഹയിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോട് കൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധേവന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നടപടികളുടെ കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു കേട്ട് മാർത്തവനെതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ നിന്ന് മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടുന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജഗത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിന് ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അറിയിച്ചതിനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ മിശിഹാ തമ്പുരാനെ, എന്റെ വിശ്വസഭയുടെ സന്താനങ്ങളായ സഹവിശ്വാസികളോടുകൂടി ഞങ്ങളെയും നിന്റെ രാജ്യത്ത് നിന്ന് യോഗ്യരാം തീർക്കണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന ദൈവത്തിന്റെ പ്രകാശമുള്ള കഥകളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ. സോദരരെ, എന്തിങ്ങനെ മധ്യകുലം യേശുവേ നിൻ ആഗമനം ദാഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ. ലോകദോഷാമന്യേ കാത്ത് ഖേദമുള്ളോരെ നീ മോദിപ്പിച്ചിടണമേ. നാഥാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് നേക്കം. ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലോ. മടക്കി വെച്ചിരിക്കുക. സൈഡിൽ നിൽക്കുന്ന സൂക്ഷിക്കണം. ഇങ്ങോട്ട് മാറി. ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജനായി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ തമ്മിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
ഹല്ലേലൂയ ഹല്ലേലൂയ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷായിക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് നീക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ജീവിതത്തിലെ ഏറ്റവും വിഷമമായ ഘട്ടങ്ങളിലൊന്നാണ് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. 2018 സെപ്റ്റംബർ 11 പ്രിയപ്പെട്ട മമ്മി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ മാർച്ച് മാസം 17 ഡാഡിയും നമ്മെ വിട്ടുപോയി. സംസ്കാര ദിവസം ശരിയായ വാക്കുകൾ പ്രത്യേക സാഹചര്യത്തിൽ മാനസികാവസ്ഥയിൽ എനിക്ക് പറയുവാൻ കഴിഞ്ഞില്ല. എൻ്റെ മാതാപിതാക്കൾ വിരമിച്ച ശേഷം ഞങ്ങളുടെ പത്തനംതിട്ടയിലെ കുടുംബ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അവർക്ക് ഒരു ഭവനം നിർമ്മിക്കുവാൻ അവർ ഞങ്ങളെ നിർബന്ധിച്ചു. അതിനാൽ അവരുടെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ ഞങ്ങൾ നേരത്തെ വാങ്ങിയ സ്ഥലത്ത് വീട് പണിയും. കഴിഞ്ഞ 30 വർഷമായി അവരവിടെ താമസിച്ചു വരികയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ നോക്കുന്നതിനിടയിൽ അവർക്ക് നല്ല പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ ഹോം കെയർ സേവനത്തിന്റെ സഹായം ഉറപ്പുവരുത്തി. മമ്മി അവസാന വർഷങ്ങളിൽ വിദഗ്ധമായിട്ടുള്ളതായ പ്രത്യേക പരിചരണം ആവശ്യമായിരുന്നതിനാൽ കുമ്മനാട് AMM ഹോസ്പിറ്റലായിരുന്നു, എൻ്റെ ജീറിയാട്രിക് സെന്ററിലായിരുന്നു താമസിച്ചത്. അവിടേക്ക് പ്രത്യേകമായിട്ടുള്ളതായ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും സെപ്റ്റംബർ മാസം 11, 2018 മമ്മി ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. അതിനുശേഷം ഡാഡി തിരുവനന്തപുരത്തെ ഞങ്ങളുടെ വീട്ടില് പ്രത്യേകമായിട്ടുള്ള 20 സേവനങ്ങൾ ഹോം കെയർ സേവനത്തിൽ സഹായത്താൽ താമസിച്ചു വരികയായിരുന്നു. പക്ഷേ അവസാന സമയത്ത് ഡാഡിക്ക് പൂർണ്ണ വൈദ്യ സഹായം ആവശ്യമാണെന്ന് തോന്നിയതിനാൽ ഞങ്ങളെ പ്രത്യേകമായിട്ട് കുമ്മനാട് AMMൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളോട് പ്രത്യേകമായിട്ട് നിർബന്ധിക്കുകയായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് എല്ലാ സഹായത്തോടെയും എല്ലാ പരിചരണങ്ങളോടും നോക്കാമെന്ന് പറഞ്ഞെങ്കിലും ഡാഡിയുടെ പ്രത്യേകമായ നിർബന്ധത്താല് കുമ്മനാട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയും അവിടെ ഞങ്ങൾ AMM സെന്ററിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മുറി അതിനായിട്ട് പ്രത്യേകം ഒരുക്കി അവിടെ സജ്ജീകരിച്ചു. അവിടുത്തെ സഹായത്തിനായിട്ട് അവിടുത്തെ സ്ഥിരമുള്ള സ്റ്റാഫിനെ കൂടാതെ പൂർണ്ണ സമയമായിട്ടുള്ള ഒരു സഹായിയെ കൂടെ ഞങ്ങൾ വെക്കുകയുണ്ടായി.
അവിടെ ഡാഡിയുടെ ചുറ്റും മെഡിക്കൽ സ്റ്റാഫും ക്ലിനിക്കൽ ടെക്നീഷ്യന്മാരും സഹായഹസ്തങ്ങളും ഡാഡി ആഗ്രഹിച്ചതുപോലെ 24 മണിക്കൂർ ഉണ്ടായിരുന്നതിനാൽ അവിടെ സന്തുഷ്ടനായിരുന്നു. കൂടാതെ ഞങ്ങളുടെ പത്തനംതിട്ടയിൽ താമസിച്ച ബന്ധുക്കളും പ്രത്യേകിച്ച് സഹോദരിയും ഡാഡിയുടെ സഹോദരങ്ങളും കുടുംബം സമീപ പ്രദേശങ്ങളിൽ താമസിച്ചത് അവർക്ക് ഡാഡിയെ സന്ദർശിക്കുന്നത് എളുപ്പമാക്കി. ഞാൻ കുവൈറ്റിൽ നിന്ന് എല്ലാ ദിവസവും ഡാഡിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. വർഷത്തിൽ 2 തവണ ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുമായിരുന്നു. എപ്പോൾ പോയാലും മിക്ക ദിവസങ്ങളിലും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ പോലും ഞങ്ങള് പ്രത്യേകമായിട്ട് ഉള്ള ആ സന്ദർശന സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് ഡാഡിയെ അവിടെ സന്ദർശിക്കുമായിരുന്നു. അവിടെ പോകുമ്പോൾ ഉച്ചഭക്ഷണത്തിന് അദ്ദേഹത്തെ പുറത്തെ കൊണ്ടുപോവുകയും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ ഡാഡിയുടെ പ്രത്യേകമുള്ള എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ നിറവേറ്റപ്പെട്ടു. മൊബൈൽ ഫോണ്, മൊബൈൽ റീചാർജ് ചെയ്യുകയും മറ്റ് അഡീഷണൽ ആയിട്ടുള്ള എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിൽ അത് അതത് അവസരങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുമായിരുന്നു. എന്റെ മാതാപിതാക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാനും അവരെ സേവിക്കുവാനും എനിക്ക് അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഞങ്ങളുടെ ദുഃഖവും സങ്കടവും പങ്കിടുവാൻ വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോകുന്നുള്ള ഭയത്താൽ ആരുടെയും പേരുകൾ പ്രത്യേകമായി പരാമർശിക്കുന്നില്ല. എല്ലാ പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും ഞങ്ങളുടെ ഇടവുകാരിമാരായ മാത്യു പി തോമസ് അച്ഛനും രേണുരാജനും പള്ളി ഭാരവാഹികൾക്കും ശവസംസ്കാര ക്രമീകരണങ്ങളിൽ സഹായിച്ച പള്ളി ജീവനക്കാർക്കും റീത്തുകൾ അർപ്പിച്ച എല്ലാ ആൾക്കാർക്കും നാലാഞ്ചിറ നോർത്ത് ഏരിയ പ്രയർ ഗ്രൂപ്പിന്റെ കൺവീനർമാർക്കും അംഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഗാന്ധിജി നഗർ അസോസിയേഷന്റെയും എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ പ്രത്യേക നന്ദി. വീട്ടിലും പള്ളിയിലും ഫോണിലൂടെയും അനുശോചനം അറിയിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ നന്ദി. ഡാഡിയുടെയും മമ്മിയുടെയും ഭാഗത്തു നിന്നുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരാശ്വാസവാക്കുകൾക്കും മാർഗനിർദ്ദേശത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകിച്ച് ലതയുടെ ഭാഗത്തു നിന്നുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി. ഡാഡിയുടെ സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങളുടെ പിന്തുണയ്ക്കും സാന്നിധ്യത്തിനും പ്രത്യേകമായ നന്ദി. ഫെലോഷിപ്പ് വയോജന വിഭാഗം റെവറൻഡ് തോമസ് ജോൺ അച്ഛൻ, ജെ കൊച്ചമ്മ, ഡോക്ടർ ഷൈല, അവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനും സഹായികൾക്കും അവരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി. ഞങ്ങളുടെ ദുഃഖവും സങ്കടവും പങ്കുവെച്ച എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.